ഹലോ. അപ്പൊ നമ്മൾ രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് എവിടെ പോവാന്ന് ചോദിച്ചാ എവിടെയല്ല, മാർക്കറ്റിൽ പോവാ. ലൈറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ കാണില്ല മുഖം. രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോവാന്ന് അല്ല, നമ്മൾ മാർക്കറ്റിലേക്ക് പോവാം. മാർക്കറ്റിൽ പോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കൂട് തുറന്നിട്ടേ കോഴിയുടെ. ആരുമില്ല, തുറന്നൂടെ. അല്ല, ഞാൻ ഇനി ഒരു അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അഭിത്തേട്ടനൊന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ. ഈ വീട്ടിൽ പെണ്ണുങ്ങളെ കഴിഞ്ഞും കഷ്ടമാണ് അഭിത്തേട്ടൻ. ഒന്നൊന്നര മിനിമം ഒരു അരമണിക്കൂർ വേണം ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ. ഞാൻ പിന്നെ അവനെയും കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാം മറിക്കി ഇറങ്ങിയോണ്ട് അഭിത്തേട്ടൻ ഇറങ്ങത്തില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കോഴിയുടെ പോലെ ആ പാവം ചേച്ചിമാർ ചെറിയ മട്ടനൊന്നുമില്ലേ? ഇതൊക്കെ ഞാൻ മറ്റേ സാധനമില്ലേ, മറ്റേ ഇതാണേ. അത് അവിടുത്തെ മിഷൻ ചെറുതായിട്ട് പാളിപ്പോയി. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു. അവിടെ എല്ലാം തീർന്നു പോയി, ഒരു സാധനമില്ല. നേരത്തെ വന്നം. നമ്മളിപ്പോ പോയത് ഏത് മാർക്കറ്റായിരുന്നു? ഉള്ളാടൻ വിളി. ഇനി എങ്ങോട്ടാ പോണേ? തൃപ്പൂണിത്തറ. ഞാൻ പറഞ്ഞ ആദ്യം അങ്ങോട്ട് പോകാം. ഇനി ഫ്രഷ് മീൻ കാണിച്ചു തരാടി, അത് കാണിച്ചു തരാടി എന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ ഇരിക്കണ കുഞ്ഞു ചെമ്മീനുകളാ. അത് ഞാൻ വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും നാളെ തീർച്ചയാവും. അതുകൊണ്ട് നമ്മള് ചെമ്മീൻ മേടിച്ചാലും നഷ്ടമല്ലേലും തൊണ്ട് മാത്രമേ, തലയും ആ തൊണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനോടൊരു താല്പര്യമില്ല. ഈ മാർക്കറ്റിൽ പോയി നല്ല മീനുണ്ടെങ്കിൽ കുറച്ച് മേടിക്കണം, ഫ്രീസറിൽ വെക്കണം 2-3 ദിവസത്തേക്കുള്ളത്. എന്നിട്ട് പിന്നെ എന്നെ മേടിക്കണേ അവിടെ ചെല്ലുമ്പോൾ തീരുമാനിക്കാം. കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു. അതങ്ങനെ രാവിലെ ഒക്കെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ പോയി സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകണോടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് സ്ഥലപ്പേര് എനിക്കറിയത്തില്ല. ഇവിടെ എന്തോ ചെരിഞ്ഞൊരു കോളേജുണ്ട്. അപ്പോൾ അത് കാണിക്കാം എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. ചെരിഞ്ഞ കോളേജ് ഇപ്പം പഠിക്കണോ കാര്യങ്ങളൊന്നുമില്ല. കോളേജാണോ സ്കൂളാണോ അത് ഞാൻ മറന്നുപോയി. എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതായത് ചേട്ടന്മാരും എല്ലാം മീനൊക്കെ പിടിക്കണ്ടായിരുന്നു. നല്ല കറുപ്പൊക്കെ പിടിച്ച് ഇടുന്നുണ്ടായിരുന്നു. ഈ മീനിൻ്റെ അടുത്ത് കരിമീൻ മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. വേറെ അടുത്ത് വേറെ പേരൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര മുള്ളാണ്. അതാ ചേട്ടന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണത്. ആ മുഴുത്ത കറുപ്പുണ്ട്. അതെ, ഈ മീനിന് ഏറ്റവും ടേസ്റ്റ് എന്നാ പറയണത്. ആ അതെ അതെ അതെ. എന്നാലേ കിട്ടുള്ളൂ. ചാറ പറ കിട്ടും. ആ ഈ അങ്ങാടിക്കട കിട്ടും. പല ചോട്ടിലടാ. കണ്ടോ മോളെ, കണ്ടോ കണ്ടോ കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അത്രയ്ക്ക് ഭംഗിയാണ്. നല്ല കണ്ടോ. ഇത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ഭംഗിയായേനെ. പക്ഷേ ഭയങ്കര അട്ടയാണെന്നാണ് പറയണത്. ഇറങ്ങിക്കഴിഞ്ഞാൽ അട്ട കടിക്കും. അപ്പുറത്തൊരു നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതായത് തണലത്തൊക്കെ പോയിരിക്കാം. പക്ഷേ ഇവിടെ ഭയങ്കര തീപ്പുള്ള വെയിലാണ്. 10 മണി ആവണേ ഉള്ളൂ. എന്നാലും മുഖമൊക്കെ പൊള്ളുമായിരുന്നു. അതുകൊണ്ട് മാവിൻചോട്ടിലേക്കൊന്ന് പോയിരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ പറഞ്ഞു അട്ടയുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ അട്ട മൊത്തം കയറുന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവിയാണ് ഈ അട്ട. വടംവലിയല്ല, അത് വലയിടുന്നതാ.
ഏത് കൊത്തിയോ? ആ അതെ. ഭയങ്കര വെയിൽ സഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും കുഞ്ഞിതും അങ്ങ് വണ്ടിയിലേക്ക് പോകുന്നു. ഇനി വെയിൽ കൊണ്ടിട്ട് തല പൊട്ടി പോകണ്ടെന്ന് ഓർത്ത്. 10 മണി ആയുള്ളൂ, എന്നാലും എന്ത് തീയാ തെളിയണേ എൻ്റെ അമ്മോ, സഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കയ്യോടെ തന്നെ അഭിത്തേനും കൂട്ടി വേഗം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വന്ന് ഈ തലമുടിയെല്ലാം വാരി കെട്ടി ആ ക്ലിപ്പും കൂടെ ഉച്ചിയിൽ കുത്തി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്ന്. പിന്നെ ഞാൻ കയ്യോടെ തന്നെ വേഗം ഒരു പാക്കറ്റ് പാല് ഫുള്ളങ്ങ് പൊട്ടിച്ചിട്ട് ചായ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. ഈ ഫുള്ള് പൊട്ടിച്ചിടുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ശകലം അതായത് ഒരു പാക്കറ്റ് പാലിനിക്ക് 2 തവണയായിട്ട് ചായ ഉണ്ടാക്കാൻ കാണും. ഇത്തവണ അങ്ങനെ നോക്കിയില്ല. മണ്ടപണ്ടാന്ന് കുടിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് ഫുള്ളങ്ങ് പൊട്ടിച്ചിട്ട് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി. പൊക്കി പറഞ്ഞല്ല, എൻ്റെ ചായ അടിപൊളിയാണ് കേട്ടോ. നല്ല ഏലക്കയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ചായയാണ്. എനിക്ക് എൻ്റെ ചായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, ആര് എപ്പോൾ എന്ത് ചായ തന്നാലും ഞാൻ കുടിക്കും, അത് വേറെ കാര്യം. അതിനിടയ്ക്ക് ആക്രാന്തം മൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിച്ച് പത്തപ്പിച്ച് ചായ എടുക്കാൻ നിർത്തപ്പോൾ ദാ കിടക്കണം ദീൻ തിരിക്കണ തോന്നു പറഞ്ഞ പോലെ കുറച്ച് ചായ നിലത്ത്. എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് വേറെ എന്ത് പോയാലും ഞാൻ സഹിക്കും. പക്ഷേ എൻ്റെ ചായ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കബിളാണ്, ഒട്ടും സഹിക്കില്ല ഞാൻ. പിന്നെ ഞാൻ വേഗം കയ്യോടെ തന്നെ നനച്ച തുണി, അല്ലെങ്കിൽ കൂവിച്ചേട്ട എട്ടപ്പാടായിരിക്കും, അപ്പോൾ കയ്യോടെ തന്നെ നനഞ്ഞ തുണി എടുത്തങ്ങ് തൊട്ടച്ചും കൂടെ അങ്ങ് ഇട്ട് കേട്ടോ. കൂവിച്ചേട്ട ശല്യം കാരണം ഞാൻ ഇനി പരീക്ഷിക്കാൻ കരി ഓയിൽ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ഓയിലുകളും ലോഷനും ഞാൻ പരീക്ഷിച്ച് കഴിഞ്ഞു. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇനി കരി ഓയിൽ ഒന്ന് പ്രയോഗിച്ച് നോക്കാം. അങ്ങനെ എൻ്റെ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടെ പറയാം, എൻ്റെ ചായ അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ. ഓക്കെ, സീ യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.